ഹൈ ഫ്രണ്ട്സ്, ഇസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മുട്ടയെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഈ മുട്ടയെ ഉടച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ക്യാരറ്റും ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അല്പം എന്താ പറയുക, കുറച്ച് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ചെറുത് കൊണ്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള 2 കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഒരു ചെറിയൊരു ബൗളെടുക്കാം. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ സോസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം തക്കാളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കുപ്പിയിൽ നിന്നൊന്നും പോരാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം സ്പൈസി ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 4 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരല്പം ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ ഇല്ല, അപ്പോൾ കഴിഞ്ഞിരിക്കണു. അതുകൊണ്ടാണ് ഞാൻ ഓയിലൊന്ന് ഒരു ഭാഗം മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം ആക്കിയാൽ മതി. അപ്പോൾ ഒരു ഭാഗം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ആ ബാക്കി 3 ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയായാൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ കൂട്ടിലേക്ക് ഉണക്കമുളകൊന്ന് ചതക്കിയെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. ഇത് നമ്മൾ ഫ്രഷായിട്ട് ഇപ്പം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് മുട്ടയുടെ മഞ്ഞ മാറ്റാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മയോണൈസ് നമ്മൾ എന്താ പറയുക, 3-4 വെളുത്തുള്ളിയും, ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 3-4 വലുതാണെങ്കിൽ 2 മതി. അതും പിന്നെ അല്പം നാരങ്ങ നീരും മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ അനുസരണം ഒഴിച്ചിട്ട് നമുക്കിതേപോലെ ഈ ഒരു പരുവാകുന്നത് വരെ കുറച്ച് ചേർത്തിട്ട് അടിച്ചെടുക്കുക. അതിപ്പോൾ നമ്മൾ കുറച്ച് ചേർക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം വേണ്ടി വരുമെന്ന്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി കൂടി ഒരല്പം ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്ത മയോണൈസാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും വേണ്ട കേട്ടോ, അവോയ്ഡ് ചെയ്യാവേ. കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ വേണ്ട എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം. ഞാനിപ്പോൾ ഇതൊരു കോഴിമുട്ട കൊണ്ട് കുറച്ച് ടൈറ്റിൽ ഉണ്ടാക്കിയെടുത്തതാണ്. കുറച്ചുകൂടി ലൂസിൽ വേണമെങ്കിൽ അല്പം കൂടി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എത്ര പരുവം വേണം അതിനനുസരിച്ച് നോക്കിയെടുത്താൽ മതി കേട്ടോ.
ഇനി നമ്മൾ കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഒരല്പം ഉപ്പ് ചേർത്തിട്ടാണ്. അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട. മയോണൈസിൽ ഉപ്പുണ്ട്, അപ്പോൾ എല്ലാം കൂടി ഒരുപാട് ഉപ്പാകുവേ. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ഇനി ഉപ്പ് നിങ്ങളിങ്ങനെ അത് വായിലൊന്ന് വെച്ച് നോക്കിയിട്ട് പിന്നെ ഉപ്പ് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് കറക്റ്റ് പാകമാണ്, അതുകൊണ്ട് ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ചതക്കിയ മുളക്, വറ്റൽമുളക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിലല്ല നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടില്ലേ ടൊമാറ്റോ സോസും, അപ്പോൾ അതിൽ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം, ഇത്രയും മതിയാകും. ഇനി നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം. ഇനി നമ്മുടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ ടോസ്റ്റ് ചെയ്യാത്ത ഭാഗത്തിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടി മിക്സ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 4 ബ്രെഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടയും മയോണൈസിൻ്റെ മിക്സിങ് ഇതിൻ്റെ നടുക്കേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി വലിയ ബ്രെഡിൽ ചെയ്യാൻ നോക്കണം കേട്ടോ. അതാണ് കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്യും, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ ചെറിയ ബ്രെഡാണ് കിട്ടുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുതിൽ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ബ്രെഡിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടേതാ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം. ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണില്ല കേട്ടോ. ബാക്കിയുള്ള രണ്ടാമത്തെ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഉള്ളിയൊക്കെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 2 സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തില്ലേ, നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.